ആദ്യം പോകുന്നത് ഹരിയാനയിൽ നിന്നുള്ള വാർത്തയിലേക്കാണ്. ഹരിയാനയിൽ ബിജെപിയുടെ നിർണായക രാഷ്ട്രീയ നീക്കങ്ങൾ. മുഖ്യമന്ത്രിയായി നയാബ് സിംഗ് സൈനി സത്യപ്രതിജ്ഞ ചെയ്യും. വൈകിട്ട് 5 മണിക്കാണ് സത്യപ്രതിജ്ഞ. നിലവിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷനും കുരുക്ഷേത്രയിൽ നിന്നുള്ള ലോക്സഭാ എംപിയുമാണ് നയാബ് സിംഗ് സൈനി. മനോഹർലാൽ ഖട്ടാറിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ രാജിവെച്ചിരുന്നു. ജെ സഖ്യം ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് സർക്കാർ രൂപീകരിക്കാനാണ് നീക്കം. 5 ജെ MLA-മാർ ബിജെപിക്കൊപ്പം ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അച്യുതൻ, ഈ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നു, നിർണായകമായ നീക്കങ്ങളാണ്. ഖട്ടാർ മുഖ്യമന്ത്രിയാകില്ല, പകരം സൈനിയാകും മുഖ്യമന്ത്രി. സൈനി നമുക്കറിയാം സംസ്ഥാന ബിജെപി അധ്യക്ഷനാണ്, അതോടൊപ്പം തന്നെ കുരുക്ഷേത്രയിൽ നിന്നുള്ള എംപിയുമാണ്. അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്ന് വൈകിട്ട് തന്നെ സത്യപ്രതിജ്ഞ ഉണ്ടാകുമോ? സ്മിത, ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്ന് വൈകിട്ട് 5 മണിയോടെ തന്നെ നയാബ് സിംഗ് സൈനി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് അറിയുവാൻ കഴിയുന്നത്. ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനും കുരുക്ഷേത്രയിൽ നിന്നുള്ള ലോക്സഭാ എംപിയുമാണ് സൈനി. നേരത്തെ ഉച്ചയോടുകൂടിയായിരുന്നു മനോഹർലാൽ ഖട്ടർ രാജി ഗവർണർക്ക് കൈമാറിയത്. അദ്ദേഹത്തെ ലോക്സഭയിൽ മത്സരിപ്പിച്ചേക്കും എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കർണാലിൽ നിന്നായിരിക്കും അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിക്കുക. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സൂചനകൾ വന്നിരുന്നു. ഇതിന്റെ ഇടയിൽ തന്നെയാണ് ഈ ജെജെപിയും ബിജെപിയുമായുള്ള സഖ്യത്തിൽ ചില വിള്ളലുകളും രൂപപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ദുഷ്യന്ത് ചൌട്ടാല ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. കാരണം ഇരുവരും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. 10 സീറ്റുകളിലും ബിജെപിയും ജെജെപിയും ഒരുമിച്ച് മത്സരിക്കുവാനുള്ള നീക്കങ്ങൾ പരാജയപ്പെട്ടിരുന്നു. സീറ്റ് വിഭജനം അടക്കമുള്ള ചർച്ചകൾ പരാജയപ്പെട്ടതോടെയാണ് സഖ്യത്തിലെ വിള്ളൽ അത് വർദ്ധിച്ചത്. എന്തായാലും അഭിപ്രായ ഭിന്നതകൾ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തിരുന്നു. ഒപ്പം തന്നെ ഈ സർക്കാരിലെ ചില മനോഹർലാൽ ഖട്ടാർ സർക്കാരിനെതിരായ ചില ഭരണവിരുദ്ധ വികാരവും നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ നേതൃമാറ്റം ബിജെപി നടത്തിയിരിക്കുന്നത്. എന്നാലും എന്താണ് ബിജെപി ലക്ഷ്യമിടുന്നത് എന്നുള്ളത് ഇപ്പോഴും അവ്യക്തമാണ്. ഒരു പക്ഷേ ബിജെപിയെ ഒറ്റയ്ക്ക് ബിജെപി സർക്കാർ രൂപീകരിച്ചേക്കും എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. മറ്റൊന്ന് ഈ ഒരു വർഷത്തോടുകൂടി, അതായത് 2024 കാലാവധി, ഹരിയാന സർക്കാരിന്റെ കാലാവധി കഴിയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റു നീക്കങ്ങൾ എന്തെങ്കിലും, അതായത് ലോക്സഭയോടൊപ്പം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കങ്ങളും ബിജെപിയുടെ പരിഗണനയിലുണ്ട്. പക്ഷെ ഇതൊന്നും സംബന്ധിച്ചൊരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. എന്തായാലും മനോഹർലാൽ ഖട്ടർ രാജിവെച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ സൈനിയെ മുഖ്യമന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങുന്നത്. അച്യുതൻ, ഇതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പോൾ ബിജെപിയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഈ 5 MLA-മാർ, ജെജെപിയിലെ 5 MLA-മാർ ബിജെപി സർക്കാരിനൊപ്പം തന്നെ നിൽക്കുമെന്നുള്ള ഒരു വിവരവും വരുന്നുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ആ പാർട്ടിയിൽ തന്നെ ഒരു വിള്ളൽ ഉണ്ടാകുന്നുണ്ടോ? തീർച്ചയായിട്ടും സ്മിത, ഈ ജെജെപി സഖ്യം ഉപേക്ഷിക്കാനുള്ള നീക്കങ്ങൾക്കിടയിലാണ് ഈ 5 MLA-മാർ അത് ബിജെപിക്ക് ഒപ്പമാണ് എന്നുള്ള വിവരങ്ങൾ വരുന്നത്. ഒപ്പം തന്നെ ഈ ഒറ്റയ്ക്ക് സർക്കാർ രൂപീകരിക്കാൻ ബിജെപി സ്വതന്ത്ര MLA-മാരുടെ സഹായവും തേടിയിട്ടുണ്ട്. അത്തരം നീക്കങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ ജെജെപിയിലുള്ള 5 MLA-മാരെ കൂടി ഒപ്പം നിർത്തിയായിരിക്കും ബിജെപി അധികാരത്തിൽ വരിക. നിലവിൽ 90 നിയമസഭയിൽ 41 ബിജെപിയുടെ അംഗബലം. ജെജെപിക്കാണെങ്കിൽ 10 MLA-മാരുമാണ് ഉള്ളത്. ഇതിൽ ബാക്കിയുള്ള ഈ 5 MLA-മാരെ അടർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ, ഒപ്പം സ്വതന്ത്ര MLA-മാരെ കൂടി ഒപ്പം നിർത്താൻ കഴിഞ്ഞാൽ ബിജെപിക്ക് ഒറ്റയ്ക്ക് സർക്കാർ രൂപീകരിക്കാൻ കഴിയും. അല്ലാത്ത പക്ഷം കോൺഗ്രസിനും ഇതിൽ സാധ്യതകളുണ്ട്. കാരണം സ്വതന്ത്ര MLA-മാരെ ഒപ്പം നിർത്തി കൂടാതെ തന്നെ ഈ ജെജെപി ഒപ്പം നിർത്താൻ കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് ഒരുപക്ഷെ സാധ്യതകളുണ്ട്. പക്ഷെ എന്തായാലും അത്തരം നീക്കങ്ങൾക്ക് പുറമെ ബിജെപി ഈ ഒറ്റയ്ക്ക് സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങളും നടത്തുന്നതായുള്ള വിവരങ്ങളുണ്ട്. പക്ഷെ ഇതിലൊന്നും ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഇന്ന് ദുഷ്യന്ത് ചൌട്ടാല ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ കൂടിക്കാഴ്ചയിൽ സഖ്യം സംബന്ധിച്ച് എന്താണ് ഇനിയുള്ള അന്തിമ നിലപാട് എന്നതിലൊരു വ്യക്തത വരും. സഖ്യം ഉപേക്ഷിക്കുന്നതാണോ അതോ ഇനിയും ആ സഖ്യം തുടർന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമോ എന്നതിൽ കൂടി ഒരു വ്യക്തത ആ നിമിഷത്തിൽ പുറത്തു വരും. ശരി. ഹരിയാനയിൽ ബിജെപിയുടെ നിർണായക രാഷ്ട്രീയ നീക്കം. മുഖ്യമന്ത്രിയായി നയാബ് സിംഗ് സൈനി സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ന് വൈകിട്ട് 5 മണിക്കാകും സത്യപ്രതിജ്ഞ. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.